എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു ന്യൂസാണ്. നമ്മുടെ ഈ പറയുന്ന കോട്ടയത്തെ റാഗിങ് നടന്ന കോളേജിലെ പ്രിൻസിപ്പലിനും അതേപോലെ ആ ഒരു കോളേജിന്റെ മാനേജ്മെന്റിനെതിരെയുള്ള ആളുകൾക്കുള്ള അവർക്കെതിരെയും കേസ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെയും പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത്രയും വലിയൊരു സംഭവം അവിടെ നടന്നിട്ടും അവരാരും അതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു വ്യാജമായ ഒരു പ്രചരണത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യാജമായ മറുപടിയുടെ പേരിലാണ് അവരെയും സംശയത്തിന് നിഴലിൽ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു സംഭവം 3 മാസമായിട്ട് നടന്നിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നീയൊക്കെ പിന്നെ അവിടെ എന്തുണ്ടാക്കാനാണ് ഇരുന്നത് പ്രിൻസിപ്പളെ എന്നും അതേപോലെ അധികൃതരെ എന്നും നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടൊരു മാതാപിതാക്കൾ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വിടുന്ന സമയത്ത് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവിടുത്തെ അധ്യാപകരോ അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിലുള്ള ആളുകളോ അല്ലെങ്കിൽ അതും പോട്ടെ പ്രിൻസിപ്പലിന്റെ ചുമതലയിൽ ഇരിക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും അറിയാണ്ട് സീനിയേഴ്സിന് ഒത്താശയം ചെയ്ത് കൊടുക്കാനായിട്ടാണ് നീയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നിന്റെ മക്കൾക്ക് ഇത് സംഭവിച്ചാൽ നീയൊക്കെ എന്ത് ചെയ്യും? അപ്പോഴും നീയൊക്കെ പറയൂ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു നീയൊക്കെ പറയുമോ? ചിലപ്പോൾ നീയൊക്കെ